സ്വാഗതം ചതുരംഗത്തിലേക്ക്. സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന പ്രശ്നങ്ങളും സ്വകാര്യ ബസ്സുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഇത്തവണ ചതുരംഗത്തിൽ ചർച്ച ചെയ്യുന്നത്. സ്വകാര്യ ബസ്സുകൾ കോവിഡിന് ശേഷം പൊതുഗതാഗത രംഗത്ത് ഏറെ സഹായകരമായ സ്വകാര്യ ബസ്സുകൾ ഏറെ എണ്ണം കുറഞ്ഞിരിക്കുന്നു സമീപ നാളുകളിൽ. മുൻപുള്ളതിനേക്കാൾ ഒരുപാട് പേർ പിൻവാങ്ങിയിരിക്കുന്നു ഈ വ്യവസായത്തിൽ നിന്ന്. ഇതേസമയം തന്നെ ഒട്ടേറെ പരാതികളും സ്വകാര്യ ബസ്സുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. ഏറ്റവും ഒടുവിൽ ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന ഒരു ബസ്സിൽ 68-കാരനായ വയോധികനെ കണ്ടക്ടർ പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തുന്ന വാർത്തകൾ വരെ. എന്തായാലും ആ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അറിയുന്നവർ തന്നെ നമ്മോടൊപ്പം ഇന്ന് ചതുരംഗത്തിലുണ്ട്. ബസ് ഉടമകളെ പ്രതിനിധിച്ചുകൊണ്ട് ശ്രീ പ്രദീപ് സ്വാഗതം ചെയ്യുന്നു. ബസ് ജീവനക്കാരെ പ്രതിനിധിച്ചുകൊണ്ട് INTUC ജില്ലാ ജനറൽ സെക്രട്ടറി മോട്ടോർ വാഹന തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് ശ്രീ ഷംസുദ്ദീൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ P. കൃഷ്ണകുമാർ അദ്ദേഹം പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് ഏറെ അടുത്ത് പ്രവർത്തിക്കുന്ന റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധിയായിരുന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ശ്രീ പ്രദീപിലേക്ക് തന്നെ വരാം. പ്രദീപ്, നമുക്കറിയാം, താങ്കൾ തന്നെ പലതവണ വാർത്തകളിലൂടെ ഈ സ്വകാര്യ ബസ്സുകൾ വ്യവസായ രംഗത്ത് നിന്ന് പലരും വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ ബസ്സുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഏറ്റവും ഒടുവിൽ ആളുകളെ ഭയപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു ഈ കരുവന്നൂരിലേത്. ചില്ലറയുമായി ബന്ധപ്പെട്ടൊരു തർക്കം, കണ്ടക്ടർ അദ്ദേഹത്തെ പുറത്തേക്ക് പിന്നിൽ നിന്ന് ചവിട്ടിയിടുന്നു എന്നൊക്കെയാണ് കൃത്യമായിട്ടുള്ളത്. നിങ്ങൾക്കും ഒരുപക്ഷെ അറിയുമായിരിക്കാം. അദ്ദേഹം പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇത് കേരളത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു പൊതുഗതാഗത സംവിധാനമാണ് സ്വകാര്യ ബസ്സുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 32,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നത് ഇന്ന് ഒരു സമയത്ത് 16,000-ആയിട്ട് കുറഞ്ഞു. ഇപ്പം അത് കോവിഡിന് ശേഷം ഒരു 7,000-8,000-ൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ജോലിയെടുക്കാൻ, ഇത് ഉടമയെ സംബന്ധിച്ച് അതിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരും കൂടി ഉൾപ്പെടുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ആ മേഖലയിൽ ഉടമകളെ സംബന്ധിച്ച് പറയുമ്പോൾ ജീവനക്കാരെ ഇന്ന് കിട്ടാത്ത ഒരു അവസ്ഥ, ഈ മേഖലയിലേക്ക് നിരന്തരം വരുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ എല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ഉടമകൾ ഒഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ തൊഴിലാളികളെ കിട്ടാത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം എന്ന നിലയിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഏറ്റവും സമാധാനപരമായി സർവീസ് പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് ഒരു ഉടമ എന്ന നിലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ സംഭവിക്കേണ്ടതുമാണ്. പക്ഷേ നിർഭാഗ്യകരമായി ചില 1-2 സംഭവങ്ങളുടെ പേരിൽ ഇതിന് മുഴുവനായിട്ട് ബസ് മേഖലയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ബസ്സുകളാണ് മുഴുവൻ അപകടങ്ങൾക്കും കാരണം, അതിലെ ജീവനക്കാർക്ക് ആണ് കുഴപ്പക്കാർ എന്ന രീതിയിൽ വരുത്തുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ 1,600-ഓളം സ്വകാര്യ ബസ്സുകളുണ്ട്. ഇപ്പോൾ നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1,600-ഓളം സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചൊരു 4,000, 3,500, 4,000 ജീവനക്കാർ ഒരു ദിവസം പണിയെടുക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ കരുവന്നൂരുമായി ഈ വിഷയമായി ചെറിയൊരു ചില്ലറയുടെ തർക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇത്ര ഒരു സംഭവം, ഒരു അന്ത്യം തന്നെ സംഭവിക്കുന്ന ഒരു ഇതിലേക്ക് എത്തിയത്. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും അത് ഞങ്ങളാരും ഞങ്ങൾക്കൊക്കെ വളരെ വേദനയുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാർക്കും ഉണ്ട്. ഇതൊരു ചെറിയ ഒരു കണ്ടക്ടറും അതിൽ കയറിയ ഈ വയോധികനും തമ്മിലുള്ള ഒരു ചെറിയ ഒരു ചാർജിൻ്റെ സംബന്ധിച്ച്, ഒരു ചില്ലറയുടെ സംബന്ധിച്ചൊരു തർക്കമാണ്. ഒരു 13 രൂപ ടിക്കറ്റിന് 10 രൂപ കൊടുത്തപ്പോൾ 3 രൂപ കൂടെ ആവശ്യപ്പെട്ടു. അയാൾ ടിക്കറ്റ് കീറി 3 രൂപയും കൂടി ഉണ്ട് എന്ന് ആവശ്യപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഈ യാത്രക്കാരൻ അതിന് 3 രൂപ കൊടുക്കുന്നതിന് ഒരു 500-ൻ്റെ നോട്ട് എടുത്ത് കണ്ടക്ടർക്ക് കൊടുത്തു. ഞങ്ങളറിയാൻ കഴിഞ്ഞത് 500-ൻ്റെ നോട്ട് എടുത്ത് കൊടുത്തപ്പോൾ കണ്ടക്ടർ ഓട്ടോമാറ്റിക്കലി അതൊരു 497 രൂപ മടക്കി കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് ഈ യാത്രക്കാരൻ കുറച്ച് അക്ഷോഭ്യനായി സംസാരിച്ചു. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലെത്തി. കണ്ടക്ടർ അതിൽ പ്രതികരിക്കാതിരുന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് കാലിൽ ആളെ പിടിച്ചു. ഇറങ്ങിപ്പോകുന്ന വഴിക്ക് കണ്ടക്ടറുടെ കാലിൽ പിടിച്ചപ്പോൾ കാല് കുടഞ്ഞതാണ് കണ്ടക്ടർ. യഥാർത്ഥത്തിൽ ഈ കണ്ടക്ടർ കാല് കുടഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പുറത്തേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി. അത് തലയടിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അയാളെ സംബന്ധിച്ച് ജീവനക്കാരും ആ ബസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ ഈ സംഭവത്തിന് ദൃക്സാക്ഷികളാണ്. അവർ തന്നെയാണ്, ഈ കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയാണ് ഈ ഇദ്ദേഹത്തെ ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും കാര്യങ്ങൾ ചെയ്തതും ഒക്കെ തന്നെ.
ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ കണ്ടക്ടർ ഒരു 10-18 വർഷമായിട്ട് ആ മേഖലയിൽ പണിയെടുക്കുന്ന, വളരെ ഇതുവരെ അങ്ങനെ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരു പരാതികളോ അല്ലെങ്കിൽ തന്നെ ഒരു കേസുകളോ അങ്ങനെ ഒന്നും നിലനിൽക്കാത്ത ഒരു ആളാണ്. അത് എന്താ പറഞ്ഞ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ഒരു സംസാരത്തിൻ്റെ ഇതിൽ പറ്റിയൊരു സംഭവമാണ്. അതൊരിക്കലും അതൊരു മേഖലയിലുള്ള മൊത്തം ഒരു വിഷയമായിട്ട് കാണാൻ കഴിയില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ തന്നെ ഇത്രയും യാത്രക്കാരെ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബസ്സിൽ ഒരു 700-800 യാത്രക്കാരെ ദിവസേന അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരുപാട് ജീവനക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ്. അതിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഒരിക്കലും അത് ഒരു മൊത്തത്തിലുള്ള ഈ മേഖലയിലുള്ള ഒരു പ്രശ്നമായിട്ട് കാണാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായി താങ്കൾ പറയുന്നു, പക്ഷേ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇത് മരണത്തിലേക്ക് വരെ എത്തി എന്ന് ശ്രീ ഷംസുദ്ദീനിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് മേയറുമായി ഉണ്ടായൊരു തർക്കം, യദു എന്ന ബസ് ഡ്രൈവർ, അദ്ദേഹവുമായ തർക്കത്തെ തുടർന്ന് അദ്ദേഹത്തിന് നേരത്തെ കേസുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു നിർദ്ദേശം വന്നു. അതായത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുക ഇങ്ങനെ മേഖലയിലേക്ക് വരുന്നവർക്ക്, അവർ മുമ്പ് നേരത്തെ കേസുകളിൽ പ്രതിയായിട്ടുണ്ടോ, ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ള രീതിയിൽ. ഈ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളവരാണോ എന്നൊക്കെ നോക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു രീതി കൂടി വേണ്ടതല്ലേ? ഈ കൂടുതലായും വളരെ മോശമായുള്ള പെരുമാറ്റങ്ങളും പരാതികളും ആവർത്തിച്ചു വരുമ്പോൾ, ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, നിരവധി പരാതികൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മളിപ്പോൾ ഇതിനെ മൊത്തം നോക്കിക്കാണുകയാണെങ്കിൽ മൊത്തം ഒരു സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം, അതിപ്പോൾ ഡ്രൈവർമാരായാലും പാസഞ്ചറായാലും ഇപ്പോൾ നമ്മൾ യാദൃശികമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ മകൻ അമ്മയോ കൊന്നു എന്നുള്ളൊരു സത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തം സമൂഹത്തിന് വന്നിട്ടുള്ളൊരു അപചയം തന്നെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന രൂപത്തിൽ മാത്രം നമ്മളിതിനെ കണ്ടിട്ട് കാര്യമില്ല. ഒരു തൊഴിലാളി എന്നുള്ള രൂപത്തിലൊരു തൊഴിലാളി പണിയെടുക്കാൻ വരുമ്പോൾ അയാൾ വരുന്നത് അയാളെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഉപജീവനത്തിന് വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഒരു സാമൂഹ്യ പാശ്ചാത്തലം, ആ സാമൂഹ്യ പാശ്ചാത്തലത്തിലാണ് അയാൾ ഇന്ന് പ്രവർത്തിച്ചു പോണത്. അതിൽ കയറി വരുന്ന ഒരു പാസഞ്ചറായാലും അയാളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ട്. ആ മാനസികാവസ്ഥയാണ് കൂടുതൽ അവിടെ സമ്മർദ്ദങ്ങൾക്ക് വകവരുന്നത്. ഇപ്പോൾ യദുവിൻ്റെ വിഷയത്തിലായാലും ഒരു മേയറും ഒരു MLA കൂടിയിട്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും മോശമാക്കി തീർത്തത്. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് യദു നല്ലവനാണെന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. തൊഴിലാളികളിൽ തന്നെ പലരും പല രീതിയിലുള്ളവരുണ്ട്. പക്ഷേ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന മേയറും അതേപോലെ ഒരു MLA കൂടി ആ റോട്ടിലിറങ്ങിയിട്ട് ആ വണ്ടി തടഞ്ഞിട്ട് അയാളെ ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ എത്ര ഭംഗിയായിട്ട് നിയമപരമായി കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. അത് ചെയ്തില്ല. അപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന രൂപത്തിൽ മാത്രമല്ല, ഒരു വ്യക്തി മോശക്കാരനാണെങ്കിൽ ആ വ്യക്തിനെ വീണ്ടും വീണ്ടും മോശക്കാരാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരെ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു തൊഴിലാളി വീണ്ടും വീണ്ടും മോശക്കാരനാവുകയാണ്. അയാൾക്ക് ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടായിരിക്കാം. ആ വീഴ്ചകൾ പരിഹരിക്കാനായിട്ട് അയാളേക്കാൾ മിടുക്കും കഴിവും പ്രാപ്തിയുള്ള ആളുകൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല. ആ പാശ്ചാത്തലത്തെ അവർ പൂർണ്ണമായിട്ടും കൂടുതൽ വൃത്തികേടാക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്. അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് മകൻ അമ്മയെ കൊന്നു, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു സമൂഹമായിട്ട് മൊത്തം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ ആ തൊഴിലാളി ക്ഷമിക്കാവുന്നതിൻ്റെ മാക്സിമം ക്ഷമിച്ചു കഴിഞ്ഞു. അയാൾ 3 രൂപയ്ക്ക് 500 രൂപയുടെ നോട്ട് കൊടുക്കുമ്പോൾ അയാളത് മാറ്റി 497 രൂപ കൊടുക്കുകയാണ്. അത് കൊടുത്തിട്ടും ആ പാസഞ്ചറുടെ വിഷമം അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രശ്നം അവിടെ തീരണില്ല. അയാൾ അവിടെ നിന്ന് ഇറങ്ങി, അയാൾ 8 മനക്കാരനാണ്, മറ്റേ ഓട്ട് കമ്പനി സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങണം. ആ കമ്പനി സ്റ്റോപ്പുമായി ബന്ധപ്പെട്ടാണ് 13 രൂപയുടെ അയാളുടെ കിലോമീറ്ററിൻ്റെ ചാർജ് 13 രൂപയാണ്. ആ 3 രൂപയ്ക്ക് 500 നോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാൾ ഉദ്ദേശിക്കുന്നത് ആ വിഷയം അവിടെ കൂടുതൽ സങ്കീർണ്ണമാക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് പാസഞ്ചർ നിന്നത്. ഞാൻ തൊഴിലാളിനെ അപ്പോഴും ശരിയെന്ന് പറയാൻ തയ്യാറല്ല. ഇവിടുത്തെ വിഷയം എന്താണ്? പരസ്പരം ബഹുമാനിക്കാനും പരസ്പരം സഹകരിക്കാനും പരസ്പരം വിട്ടുവീഴ്ചയോടെ മുന്നോട്ട് പോകാനായിട്ട് സമൂഹം തയ്യാറല്ല. ആ സാഹചര്യത്തിൽ ഒരു തൊഴിലാളിനെ മാത്രം നമ്മൾ പഴിചാരുന്നതിൽ യാതൊരു അർത്ഥമില്ല. ലാസ്റ്റ് അയാൾ എന്താ ചെയ്യണത്? അയാൾ ഇറങ്ങി പോകുന്ന സമയത്ത് അയാളെ കാല് പിടിച്ച് വലിക്കുകയാണ്. ആരുടെ? കണ്ടക്ടറെ കാല് പിടിച്ച് വലിക്കുകയാണ്. അയാളുടെ സ്വയം ജീവരക്ഷാർത്ഥം അയാൾ ചെന്ന് അയാൾ കുടയാണ്. സ്വാഭാവികമായിട്ടും പാസഞ്ചർ നിലത്തേക്ക് വീഴുകയാണ്. ഇതതിൻ്റെ സാഹചര്യം.
അത് ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാതെ വെറുതെ ഇതിനെ ഒരു തൊഴിലാളി വളരെ മോശക്കാരനാണ്, തൊഴിലാളി സമൂഹം മൊത്തം മോശക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. എല്ലാ തൊഴിലാളികൾക്കും അവരുടെ ഉപജീവനം എന്നുള്ള രൂപത്തിൽ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ആരെങ്കിലുമൊക്കെ മോശക്കാരായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? അവരെ നല്ലവരാക്കി തീർക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടല്ലോ. പോലീസുകാർക്ക് ഏകദേശം ഒരു 40,000-50,000 രൂപയോളം ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഫണ്ട് കിട്ടുന്നുണ്ട്. ആ ഫണ്ടൊക്കെ എന്തിനു വിനിയോഗിക്കണം? ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസും സംവിധാനങ്ങളും കൊടുത്ത് ഇത്തരക്കാരെ കണ്ടെത്തണം. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തെറ്റല്ല, നല്ലതാണ്. പക്ഷേ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് മാത്രം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയെ പരിഹരിക്കാൻ പറ്റില്ല. നമ്മളെ ക്രിക്കറ്റ് താരം സിദ്ധു ഒരാളെ കൊന്ന കാര്യം നമുക്ക് ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇത്രയും ഉന്നതനായിട്ടുള്ളൊരു വ്യക്തി ഒറ്റയടിക്ക് ഒരാളെ കൊല്ലുകയാണ്. അത് ആ സമയത്തുണ്ടാവുന്ന ഒരു വികാരത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കണം എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അത് ക്ഷമയോടുകൂടെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് തൊഴിലാളിക്ക് പറ്റണം, അത് ബസ് ഉടമയ്ക്ക് പറ്റണം, പാസഞ്ചറും അതിൽ വലിയ പങ്ക് വഹിക്കണം. അപ്പോൾ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള വലിയ പ്രശ്നമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുട്ടികൾ മുതൽ, ഏറ്റവും കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള വ്യക്തികളിൽ വരെ ഇത് ബാധിച്ചു കഴിഞ്ഞു. അത് സമൂഹം മൊത്തം തീർക്കേണ്ടതാണ്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കേണ്ടത്. ഇതിൽ നമുക്ക് അപജയങ്ങളെക്കുറിച്ച് പറയാമെങ്കിലും ഇതിപ്പോൾ ഈ ഇരിങ്ങാലക്കുടയിലെ സംഭവം അത് അങ്ങനെ സംഭവിച്ചതായി മാറ്റി നിർത്താം. എന്നിരുന്നാൽ പോലും വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ഒരു വാർത്താരംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളും വാർത്തകളും നമുക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ നിരവധിയാണ് എന്നുള്ളതിൽ നമുക്ക് മാറ്റി നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ വയസ്സായവരുടെ അടുത്തും കുട്ടികളുടെ അടുത്തും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നിരന്തരം വാർത്തകളുമാകാറുണ്ട്. അതവിടെ നിൽക്കട്ടെ. താങ്കൾ ഈ പൊതുഗതാഗത രംഗവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്നൊരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ഈ മേഖലയിലെ പ്രശ്നങ്ങളെ അങ്ങെങ്ങനെയാണ് കാണുന്നത്? ഇത് നമ്മൾ ഈ പൊതുഗതാഗത മേഖല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് വേണമെങ്കിൽ ഒരു 1990കളുടെ ശേഷമൊക്കെ വളരെയധികം ഒരു പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്തിന് ശേഷം നമുക്ക് ഏറ്റവും വളരെ അത്യാവശ്യമായിട്ടുള്ള, നമ്മൾ എല്ലാ കാലത്തും കൂടുതൽ മികവിലേക്ക് പോകണം, കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈ റോഡ് ഗതാഗത മേഖല, സ്വകാര്യ ബസ്, പ്രത്യേകിച്ച് കേരളത്തിലത്തെ സ്വകാര്യ ബസ്സുകൾ ഒരു കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മേഖലയായിരുന്നു സ്വകാര്യ ബസ് മേഖല. ഈ മേഖല ഇന്ന് വളരെ കടുത്ത ഒരു പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഷംസുദ്ദീനൊക്കെ പറഞ്ഞാൽ വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അതിൻ്റെ ഉടമകൾക്ക് ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഈ മേഖലയിൽ വലിയ തകർച്ച നേരിട്ടുകൊണ്ട് പല ഉടമകളും സർവീസ് നിർത്തി പിൻവാങ്ങുന്ന ഇത് തൊഴിലാളികളുടെ ഇടയിൽ വലിയ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. അവർ എത്രയോ വർഷങ്ങളായിട്ട് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാണ്. അത് പെട്ടെന്ന് അതില്ലാതായി പോകുന്നു. ആ ഉടമ ബസ് സർവീസ് നിർത്തി പോകുമ്പോൾ ഒരു പ്രത്യേക പ്രായപരിധി കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കുടുംബം പോറ്റുന്നതിന് മറ്റേത് മേഖലയിലേക്കാണ് ഇനി അവസാന കാലത്ത് തിരിയാൻ കഴിയുക എന്നുള്ള ഒരു പ്രതിസന്ധി ആ മേഖലയിലുള്ള അത്തരക്കാർക്ക് അവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രക്കാരുടെ ഇടയിൽ ഇത് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വളരെ ഒരു കൃത്യമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ബസ്സുകൾ നമുക്ക് ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന ഒരു സ്വകാര്യ ബസ്സുകളെ വിശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളൊരു ഇത് യാത്രക്കാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ പല റൂട്ടുകളിലും നമുക്ക് ആവശ്യത്തിന് ബസ്സുകൾ കിട്ടുന്നില്ല, ദീർഘനേരം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അതിന് പോരാതെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഫെയർ സ്റ്റേജ് സമ്പ്രദായം, അതുമായിട്ട് ബന്ധപ്പെട്ട് ചാർജുകളിൽ ഉണ്ടായിട്ടുള്ള വർധനവ്, ഇതൊക്കെ തന്നെ യാത്രക്കാരുടെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 വീലർ ലോൺ എടുത്ത് പോലും വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കാത്ത ആളുകൾ മാത്രമാണ്. മുഖ്യമായിട്ടും വിദ്യാർത്ഥികളും വയോധികരുമാണ് കൂടുതലായിട്ട്. പിന്നെ കുറച്ച് സ്ത്രീകളും ഈ 2 വീലറൊക്കെ ഓടിക്കാൻ ഭയമുള്ള അത്തരക്കാരുമാണ് കൂടുതലായിട്ട് യാത്രക്കാരുടെ ഇടയിൽ അവരുടെ ശതമാനം വളരെയധികം വർദ്ധിച്ച് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഒരു ലോൺ എടുത്തൊക്കെ 2 വീലർ വാങ്ങാൻ സാധിക്കുന്നുള്ളൊരു മുഴുവൻ ഈ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് അത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങി ആ മേഖലയിലേക്ക് അവരുടെ സ്വന്തം യാത്ര സ്വന്തം വാഹനത്തിൽ നിന്നുള്ള നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഏറ്റവും ന്യായമായ നിരക്കിൽ കൃത്യമായിട്ട് അവർക്ക് നമ്മൾ ഒരു വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ സൗകര്യപ്രദമായിട്ട് പോകാവുന്ന രീതിയിൽ ബസ്സുകൾ കിട്ടുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം, മുഖ്യമായിട്ടുള്ള ആവശ്യം. അപ്പോൾ അതിന് ഇന്ന് പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഈ ഫെയർ സ്റ്റേജിൻ്റെ ഈ ഫെയർ സ്റ്റേജ് സമ്പ്രദായം ഇപ്പോൾ നമുക്ക് ഇവർ പറയും കിലോമീറ്ററിന് 90 പൈസയാണ്
കേരളത്തിലുള്ള നിരക്ക്. എന്നാൽ നമ്മൾ നോക്കൂ, വടക്കേ സ്റ്റാൻഡിൽ നിന്ന് കയറിയ ഒരാൾ അശ്വിനി ജംഗ്ഷൻ എത്തുമ്പോൾ അയാളുടെ ആദ്യത്തെ ഫെയർ സ്റ്റേജ് കഴിഞ്ഞു, 10 രൂപ കഴിഞ്ഞു. പിന്നെ അടുത്ത് വിയ്യൂർ പവർ ഹൗസ് വരെ 13 രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഈ നിങ്ങൾക്ക് കിലോമീറ്ററിന് 90 പൈസയോ അല്ലെങ്കിൽ 1 രൂപയുടെ കിട്ടുന്നത്? അത് ഈ ബസ്സിൻ്റെ ആദ്യ സ്റ്റോപ്പിൽ നിന്ന് കയറി അവസാന സ്റ്റോപ്പിൽ നിന്ന് കയറി വരെ യാത്ര ചെയ്താൽ പോലും പലപ്പോഴും നിങ്ങൾ ഇതിൻ്റെ പല മടങ്ങ് ചാർജ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള ആ ചാർജ് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് യാത്രക്കാരെ 2 വീലറിലേക്ക് മാറ്റുന്നതിന് വളരെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ കിലോമീറ്ററിന് 1 രൂപയോ 2 രൂപയൊക്കെ തരാൻ തയ്യാറാണ്. ആദ്യത്തെ 2.5 കിലോമീറ്ററിന് മിനിമം നിങ്ങൾ 5 രൂപ ചാർജ് വയ്ക്കൂ. പിന്നെ ഓരോ കിലോമീറ്ററിനും ഈ ഫെയർ സ്റ്റേജ് സമ്പ്രദായം ഒഴിവാക്കിക്കൊണ്ട് ഓരോ കിലോമീറ്ററിനും 1 രൂപ വീതം കൂടുന്ന വിധത്തിൽ ചാർജ് നിശ്ചയിച്ചോളൂ. അത് തരാൻ തയ്യാറാണ്. അതിനിപ്പോൾ ഇന്ന് കാലത്ത് നമുക്കറിയാം ആധുനികമായിട്ടുള്ള GPS ബേസ്ഡ് ടിക്കറ്റ് മെഷീനുകളുണ്ട്. അപ്പോൾ ഇതൊന്നും പണ്ടത്തെ പോലെ കണക്ക് കൂട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടെന്നുള്ള കാരണം കൊണ്ടാണ് ഈ ഫെയർ സ്റ്റേജൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത് മാറ്റി ഇങ്ങനെ യഥാർത്ഥ യാത്ര ചെയ്യുന്ന ദൂരത്തിന് ചാർജ് ഈടാക്കാൻ തീരുമാനിച്ചാൽ തന്നെ വലിയ തോതിൽ ആദ്യത്തെ കുറേ സ്റ്റേജുകളിലും ചാർജ് കുറയും. അപ്പോൾ എന്തുണ്ടാവും, കുറഞ്ഞ ദൂരത്തിന് വരെ യാത്രക്കാർ കൂടുതൽ ബസ്സിൽ കയറാൻ തയ്യാറാവും. ഇന്നിപ്പോൾ നമുക്ക് 2-3 ആൾക്കാരുണ്ടെങ്കിൽ ബസ്സിൽ പോകുന്നതിനേക്കാൾ മെച്ചമാണ് ഓട്ടോറിക്ഷയിൽ കയറിയാൽ എന്നുള്ള സ്ഥിതിയുണ്ട് പല റൂട്ടുകളിലും പല മേഖലകളിലും. അപ്പോൾ അതൊക്കെ യാത്രക്കാരെ ഈ ബസ്സുകളിൽ നിന്ന് അകറ്റുന്നതിന് വലിയ കാരണമായിട്ടുണ്ട്. പിന്നെ ഇരുചക്ര വാഹനങ്ങൾ യാത്ര വാങ്ങി പോവുകയാണെങ്കിൽ അത് വളരെ സൗകര്യം. അപ്പോൾ ഒരിക്കൽ ഈ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ ഒരാൾ ഈ പെട്രോളിന് ഇനിയിപ്പോൾ ലിറ്ററിന് 500 രൂപയാക്കിയാൽ പോലും അവരതിൽ നിന്ന് പിന്മാറില്ല. അങ്ങനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലഷർ കിട്ടുന്നതിൻ്റെ ഒരു രസതന്ത്രം അങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതൊക്കെ യാത്രക്കാരെ അകറ്റുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ബസ്സുകൾക്ക് വരുമാനം കിട്ടണമെങ്കിൽ ന്യായമായ നിരക്കിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാരെ കയറുന്നുള്ളൂ. അതിൽ നിന്ന് ചാർജ് ഇവർക്ക് നിരക്ക് മര്യാദ റേറ്റ് കിട്ടണം എന്നുള്ളൊരു നിലയാണ്. അത് സാധ്യമല്ല. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർ കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിൽ പറയാനുള്ളത്. മറ്റൊന്ന് അദ്ദേഹം പ്രദീപ് സൂചിപ്പിക്കേണ്ട ഈ ജീവനക്കാരെ കിട്ടാനുള്ള പ്രശ്നത്തിൽ എനിക്ക് 2 അഭിപ്രായങ്ങൾ പറയേണ്ടത്. ഒന്ന്, ഇപ്പോൾ ഇന്നൊരു ബസ്സിന് 15 കൊല്ലമാണ് കാലാവധി അനുവദിച്ചിട്ടുള്ളത്. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വാങ്ങുന്ന ഒരു വണ്ടി 15 കൊല്ലം കഴിഞ്ഞാൽ നിസ്സാര വിലയ്ക്കാണ് ഇവർ വിറ്റ് കളയണത്. അപ്പോൾ അത് ആ ബസ്സിൻ്റെ പൂർണ്ണമായിട്ട് അതിൻ്റെ ശേഷി നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അത് കാലഹരണപ്പെട്ട് പോവാണ്. അപ്പോൾ അതിന് ഇന്നിപ്പോൾ യാത്രക്കാരുടെ യാത്രാ ആവശ്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അതിരാവിലെ വേണാട് എക്സ്പ്രസ്സിലോ അല്ലെങ്കിൽ 5 മണിക്കൊക്കെ പുറപ്പെടുന്ന തീവണ്ടികളിലൊക്കെ വരെ വളരെയധികം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്, ദിവസം പോയി വരുന്നവർ. ഇവരൊക്കെ ബസ് സൗകര്യം ശരിക്കും ഇല്ലാത്തത് കൊണ്ട് ഇവർ സ്വകാര്യ വാഹനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ബസ്സുകളുടെ പ്രവർത്തന സമയം കൂട്ടണം, എന്നിട്ട് ജോലി 2 ഷിഫ്റ്റാക്കി മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാലത്തൊട്ട് ഉച്ച വരെ ഒരു ഷിഫ്റ്റ്, ഉച്ച കഴിഞ്ഞിട്ട് വേറൊരു ഷിഫ്റ്റ്, 2 ഷിഫ്റ്റ് ജീവനക്കാരെ വെച്ച് കൂടുതൽ പ്രവർത്തന സമയം. അപ്പോൾ നമുക്ക് ഈ 15 കൊല്ലത്തിൻ്റെ കാലാവധിയിൽ തന്നെ 30 കൊല്ലം ഓടുന്ന അത്രയും ദൂരം ഓടാൻ സാധിക്കും. അപ്പോൾ അതിന് വേണമെങ്കിൽ ഈ ഇപ്പോൾ ടാക്സിക്കോ ഓട്ടോറിക്ഷയ്ക്കൊക്കെ അനുവദിച്ചിട്ടുള്ള പോലെ ഒരു ജനറലായിട്ടുള്ള ഈ പൊതു സമയത്തല്ലാത്ത അതിരാവിലെയോ വൈകിട്ടൊക്കെ വേണമെങ്കിൽ ഒരു 1.5 മടങ്ങ് ചാർജ് വാങ്ങുന്നതിന് വിരോധമില്ല. അല്ലെങ്കിൽ 2 ഇരട്ടി ചാർജ് വാങ്ങിച്ചോട്ടെ, യാത്രക്കാർക്ക് കൊടുക്കാൻ റെഡിയാണ്. ഈ ബസ്സില്ലാത്തതുകൊണ്ട് അവർ ഓട്ടോറിക്ഷ ടാക്സി പിടിച്ച് പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ചാർജ് കൊടുക്കാൻ നമ്മുടെ യാത്രക്കാർ തയ്യാറാണ്. അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കണം. അതുപോലെ ഈ കുടുംബശ്രീ പോലെയുള്ള സ്ത്രീകൾ ഇപ്പോൾ ഈവൻ ഹെവി ഡ്രൈവിങ്ങിൽ വരെ ധാരാളം സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് സ്ത്രീ ജീവനക്കാർക്ക് പ്രോത്സാഹനങ്ങൾ നൽകിക്കൂടാ? അത് സംസ്ഥാന സർക്കാർ കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഈ ബസ്സുകളിൽ ആണുങ്ങളായിട്ടുള്ള ജോലിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്ത്രീ ജീവനക്കാരെ കൂടുതലായിട്ട് ഡിപ്ലോയ് ചെയ്യുന്ന കാര്യം നമ്മൾ പരിഗണിക്കണം. പിന്നെ ടെക്നോളജി, ആധുനിക സാങ്കേതികവിദ്യ വളരെയധികം ഉപയോഗിക്കണം. ബസ്സിൽ GPS ഒക്കെ വെച്ചിട്ട് ഈ ബസ് എവിടെ എത്തി, യാത്രക്കാരന് അവർ പോകുന്ന സ്ഥിരം വണ്ടികൾ ഒരു സ്റ്റോപ്പിൽ നിന്ന് എപ്പോൾ വരും അടുത്ത വണ്ടി എന്നൊക്കെ അറിയാൻ അവർ ഡിസ്പ്ലേ വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ. അതുപോലെ ഈ പൈസ അടയ്ക്കുന്ന കാര്യം, ഇപ്പോൾ ചില്ലറയുടെ തർക്കത്തിനെ കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റുകളെ കുറിച്ചിട്ട് ആലോചിച്ചുകൂടാ? ഏറ്റവും ചെറിയ പച്ചക്കറിയുടെ കച്ചവടത്തിന് വരെ ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കണം. പിന്നെ തൃശ്ശൂർ മേഖല, പാലക്കാട് മേഖലയിൽ പ്രത്യേകിച്ച് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ നിർബന്ധമാക്കണം. ഒരു യാത്രക്കാരൻ്റെ അവകാശമാണത്. നമുക്ക് പ്രത്യേകിച്ചും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ പ്രഖ്യാപനം വന്ന് ടിക്കറ്റ് കൊടുക്കുന്നു, പക്ഷേ ഇപ്പോഴും ബസ്സിൽ ടിക്കറ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ അക്കാര്യം ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഉടമകളുടെ ഭാഗത്തു നിന്നൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇതൊരു പൊതു ഗതാഗതം എന്ന് പറഞ്ഞാൽ അവർ വാഹനം വാങ്ങി അവർ ഓടിക്കുന്നുണ്ടെങ്കിൽ കൂടി അത് അവരെ യാതൊരു വിധത്തിലുള്ള സ്വകാര്യ ആവശ്യങ്ങൾക്കുമല്ല. ഇത് പൊതുജനങ്ങൾക്ക്, സർക്കാരിന് വേണ്ടി പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു സേവനമായിട്ടാണ് ഇത് ഓടിക്കുന്നത്. സർക്കാർ അത് മനസ്സിലാക്കണം. ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു ക്വാർട്ടറിലേക്ക് 30,000 40,000 ഉള്ള ടാക്സ്, അതുപോലെ ഇൻഷുറൻസ്, മറ്റ് പല വിധത്തിലുള്ള പൈസകൾ, ഇതൊക്കെ വളരെയധികം കുറച്ച് കൊടുക്കണം. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ ടാക്സ് കൂടാണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കേരളത്തിൽ സ്വകാര്യ ബസ്സുകൾ 15,000 20,000 ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം തുലോം കുറവായിരുന്നു.
അപ്പോൾ അന്ന് വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ച് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ബസ്സുകളുടെ നിന്ന് കൂടുതൽ ടാക്സ് പിരിക്കണം. അങ്ങനെയാണ് ഈ 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ഇവരെ പിരിച്ചു തുടങ്ങിയത്. ഇന്നിപ്പോൾ ഏതാണ്ട് 80 ലക്ഷത്തോളം ടൂ വീലറും 10-20 ലക്ഷത്തോളം കാറും 1 കോടിയോളം സ്വകാര്യ വാഹനങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ വരുന്ന 7000 സ്വകാര്യ ബസ്സുകളുടെ നികുതി വളരെ കുറച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി വരുന്ന ചെലവുകൾ കുറച്ചുകൊണ്ട്, അത് നിസ്സാര പൈസ, ഒരു 100 രൂപ താഴെ ഈ പറഞ്ഞ ടൂ വീലറിനും കാറിനും നികുതി വർദ്ധിപ്പിച്ചാൽ മതി ഒരു കൊല്ലം. ഇവരെ ഈ 7000 ബസ്സിൽ നിന്ന് പിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് ബസ്സിന് ഇത് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ 5 റുപ്യക്ക് ചാർജിന് വണ്ടി ഓടിക്കാൻ പറ്റും. കൂടുതൽ യാത്രക്കാരായി കയറാൻ തയ്യാറാവും ചാർജ് കുറയ്ക്കുമ്പോൾ. അപ്പോൾ അത് സ്വകാര്യ വാഹനങ്ങളൊക്കെ ഇൻഡയറക്റ്റ്ലി അവയുടെ ഉപയോഗം കുറയും. നമ്മളിപ്പോൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇന്നും നമ്മൾ ഓരോരുത്തരും ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് ലോകത്തിൽ ഇതിന് കാരണമാകുന്ന ഈ കാർബൺ എമിഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ വാഹന ഗതാഗത മേഖല. അപ്പോൾ അതിൽ ഈ സ്വകാര്യ വാഹനങ്ങൾ കൂടിയാൽ അതിൽ പ്രശ്നം കൂടുകയാണ് ചെയ്യണത്. തീർച്ചയായും ഈ കോവിഡിന് ശേഷം ധാരാളം സ്വകാര്യ വാഹനങ്ങൾ, സ്വകാര്യ പൊതുഗതാഗതത്തെ ഉപേക്ഷിച്ച് ഈ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അത് കാറായാലും ബൈക്കായാലും. അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡുകളുടെ സ്ഥിതി അറിയാം. അവിടെയുള്ള തിരക്കും കൂടിയിട്ടുണ്ട്, ബ്ലോക്കും കൂടിയിട്ടുണ്ട്. ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം വളരെ ഒരു യാത്രക്കാരൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് പറയുകയുണ്ടായി. ഒപ്പം തന്നെ നിങ്ങളുടെ ബസ് ഉടമകൾക്ക് വേണ്ടിയും സംസാരിക്കുകയുണ്ടായി. ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ബസ് ഉടമകളുടെ വാക്കുകൾ മന്ത്രി കേൾക്കുന്നത് പോലെ ഈ യാത്രക്കാരുടെ കൃത്യമായിട്ടുള്ള ഒരു സംഘടനയോ അല്ലെങ്കിൽ ശക്തിയോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അത് കൃത്യമായി ബസ് ഉടമകൾ എടുക്കുന്നില്ല, സർക്കാരും കണക്കാക്കാറില്ല. ഈ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ നേരത്തെ കഴിഞ്ഞ ആഴ്ച വാർത്ത കൊടുക്കുക കൂടി ചെയ്തിരുന്നു. ഒരു ഫെബ്രുവരിയിലായിരുന്നു തൃശ്ശൂരിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മീഷൻ അതോറിറ്റി ഒരു തീരുമാനമെടുത്തത് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ബസ്സുകളിലും, സ്വകാര്യ ബസ്സുകളിലും ടിക്കറ്റ് നൽകണമെന്നുള്ളത്. അത് മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് ആയി. എന്താണ് സംഭവിച്ചത്? അല്ല, ഒരു പരിധി വരെ ഒരു മുഴുവൻ ബസ്സുകളിലും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് കാലക്രമേണ ഭൂരിഭാഗം ബസ്സുകളിൽ. പക്ഷേ ഇന്നത് മാറിയിട്ടുണ്ട്. ഇന്നൊരു 25% ബസ്സുകളിലും ടിക്കറ്റായി, ബാക്കിയുള്ള ബസ്സുകളിലും ടിക്കറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ടിക്കറ്റിൽ സംബന്ധിച്ച് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സമയങ്ങളിലും വൈകിട്ട് സമയങ്ങളിലും യാത്രക്കാർ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം അത്രയധികം കൂടുമ്പോഴാണ് പലപ്പോഴും അവർക്ക് ടിക്കറ്റ് കൊടുത്ത് എത്താൻ കഴിയാത്തതും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ സാറ് നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളെ ചാർജ് കുറയ്ക്കുക, അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ഞങ്ങളും അത് ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇത് നടത്തിക്കൊണ്ടുപോകാൻ എല്ലാ നിയന്ത്രണങ്ങളും ഇത് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സംഭവമാണ്. ഇതിന് ബസ്സിന് പെർമിറ്റ് കൊടുക്കുന്നത്, സമയം നിശ്ചയിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആ ബോർഡ് വെച്ച് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ആ ബോർഡ് ഒരു പേരെഴുതി സർവീസ് നടത്താമെന്ന് മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ. ചാർജ് നിശ്ചയിക്കുന്നത് സമയത്തിന്റെ കാര്യം പറയുമ്പോൾ ഇടപെടേണ്ടി വരും. കാരണം ഈ സമയത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് ജീവനക്കാർ തമ്മിൽ തന്നെ വൈരാഗ്യത്തോടെ കൊലവിളി നടത്തുന്നത് എത്രയോ തവണ ബസ് യാത്രക്കാർ. എന്താണ് അതിന്റെ സ്ഥിതി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ള സ്വകാര്യ ബസ്, മറ്റുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് സമയനിഷ്ഠതയില്ല. ഇതിനെ സംബന്ധിച്ച് ഇത് RTO നൽകുന്ന സമയത്തിന് നമുക്ക് ഇന്നത്തെ റോഡിലത്തെ ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് റോഡിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഈ സമയത്തിന് ഇത് എത്തിക്കാനുള്ള ഒരു സാഹചര്യം വേണ്ടേ? ഇപ്പോൾ നിങ്ങൾ ഉദാഹരണം, ഇപ്പോൾ കുന്നംകുളത്ത് നിന്ന് 50 മിനിറ്റിന് കൊണ്ട് തൃശ്ശൂർ എത്തണം എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ബസ് കുന്നംകുളത്ത് എത്തേണ്ട RTO അനുവദിച്ച സമയം 50 മിനിറ്റാണ്. 50 മിനിറ്റിൽ പടിഞ്ഞാറേ കോട്ടയിലേക്ക് എത്തണമെങ്കിൽ 5 മിനിറ്റാണ് അനുവദിച്ച സമയം. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഈ പടിഞ്ഞാറക്കോട്ടയിലേക്ക് പാസ് ചെയ്യാൻ കഴിയുക ഈ ബസ്സിന്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ പുഴയ്ക്കല് ആ റോഡിന്റെ അവസ്ഥ ഇതിനൊരു മറുപുറം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ആന ഇടഞ്ഞ് ഓടി വരുമ്പോൾ ഒരുപക്ഷെ ആളുകൾക്ക് ചിലപ്പോൾ ഒന്ന് കല്ലെടുത്ത് എറിഞ്ഞെങ്കിലും ഒന്ന് ആനയെ അങ്ങനെ മാറ്റി നിർത്താനുള്ള ധൈര്യം ഉള്ളിലുണ്ടാവും. പക്ഷേ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലിടുന്ന ബസ്സിന്റെ മുമ്പിൽ നിൽക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും? മരണം അതിന്റെ ഉത്തരവാദി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച സമയത്തിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് അനുവദിച്ച ആ നിശ്ചയിച്ച പ്രകാരമല്ലേ ഞങ്ങളെ സംബന്ധിച്ച് നടത്താൻ കഴിയുള്ളൂ. അത് പഴയ ഒരു മിനിറ്റ് പഴയ കാലത്ത് ഗവൺമെന്റ് നിശ്ചയിച്ച അതേ റോഡിന്റെ അന്ന് റോഡിൽ എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് റോഡിൽ എത്ര വാഹനങ്ങൾ? ഇപ്പൊ കോവിഡിന് ശേഷം ഇപ്പൊ സാറ് പറഞ്ഞു 2 വീലറുകളുടെ എണ്ണം, അത് അതിൽ ആ 2 വീലറുകളെയൊക്കെ ഒന്ന് മാറ്റി അല്ലെങ്കിൽ തന്നെ ഈ ബസ്സിനെ സംബന്ധിച്ച് ആ പഴയ സമയം തന്നെയാണ്. ആ സമയത്തിന് ഓടിച്ചെത്താനുള്ള ഒരു ജീവനക്കാരൻ്റെ ഒരു വ്യഗ്രത നിങ്ങൾ നോക്കണം. അയാളുടെ അവസ്ഥയും കൂടി നമ്മൾ ചിന്തിക്കണ്ടേ. ഇത് ആ സമയത്തിന് ഓടിച്ചെത്തണം. ഈ സമയത്തിന് ഈ ഗവൺമെൻറ് പറഞ്ഞ നിരക്കിൽ പോകണം. 95 രൂപയാണ് 1 ലിറ്റർ ഡീസലിന് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1 രൂപയാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ബസ് ചാർജ്. 95 വിദ്യാർത്ഥി കയറിയാലാണ് 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പൈസ കിട്ടുക.
മനസ്സിലാക്കണം. ഈ വ്യവസായം അതുപോലെ തന്നെ ഇൻഷുറൻസ് എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുള്ള വർധനവ് നിസ്സാരമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഏതോ വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 വർഷം കൂടുമ്പോഴോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ ശബ്ദിക്കുമ്പോൾ ഒരു വർധനവ് തരും. ആ വർധനവ് കൊണ്ട് ഈ വ്യവസായം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ 32,000 ഉണ്ടായിരുന്നു, ഇന്ന് നിങ്ങൾക്ക് ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എത്രയോ KK മേനോനെ പോലെ, മായയെ പോലെ, മറ്റേ എത്രയോ വലിയ വലിയ ബാലകൃഷ്ണ പോലെയുള്ള എത്രയോ വലിയ കമ്പനികളും സർവീസ് നടത്തിയിരുന്ന മേഖലയായിരുന്നു ഇത്. ഇന്ന് ഞങ്ങളെപ്പോലെയുള്ളവർ ഈ 32,000-ൽ നിന്ന് 7,000-ലേക്ക് എത്തി ഒറ്റപ്പെട്ട സർവീസുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് കാലക്രമേണ ഇത് 7,000 എന്നുള്ളത് അടുത്ത ഒരു പ്രതിസന്ധി കൂടി വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും കുറഞ്ഞ് എല്ലാം ഈ പൊതുഗതാഗതം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ നമ്മൾ പറയുന്ന മറ്റുള്ള മേഖലകളിൽ ആശ്രയിക്കുമ്പോൾ മറ്റുള്ള സമയക്രമത്തിന്റെ കാര്യം മോട്ടോർ വാഹന വകുപ്പിൽ അറിയിക്കുമ്പോൾ അവരുടെ പ്രതികരണം, അവരുടെ ഗവൺമെന്റിൽ നിന്ന് അവർ പല കോടതി ഉത്തരവുകളും ഒരു സമയത്ത് ഗവൺമെന്റ് ഇതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ റോഡുകളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് സമയം ക്രമീകരിക്കണം എന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ ഫയലുകളിലും അതുമായി ഇങ്ങനെ കുരുങ്ങിക്കെടുക്കുക. ഒരിക്കലും അതിനുള്ളൊരു സംവിധാനം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ല. ഗവൺമെൻറ്റിന് അത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കാര്യം പിന്നെ ഈ ചർച്ച പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ അതിലേക്ക് എത്തും. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം തന്നെ കണ്ടില്ലേ, എത്രയോ ഒരു വിഷയം പോലും പരിഹരിക്കാൻ ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിന് അതിനുള്ള ജീവനക്കാരിൽ പഴയ സംവിധാനത്തിൽ കൂടെ പോകുന്നു. ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഈ സർക്കാരിൻ്റെ ചുവപ്പ് നാടയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അവരുടെ സമയമെടുക്കുന്നതെല്ലാം മനസ്സിലാവും. പക്ഷേ ഈ നിരത്തിൽ പൊലിയുന്ന ജീവനുകൾ എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നു. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ഒരു പരിധി വരെ ടൗൺ മേഖലകളിലേക്കൊക്കെ വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. പൊതുഗതാഗത വാഹനങ്ങളെ മാത്രം കയറ്റിവിടുന്ന അത്രയധികം വാഹനങ്ങളുടെ അധികമായിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണം ഓരോ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥ. ഇപ്പം നമ്മൾ ഈ സംഭവം ഉണ്ടായ കൊടുങ്ങല്ലൂർ റോഡ് 1 വർഷമായിട്ട് ആ റോഡ് പൊളിച്ച് പണി ചെയ്തിട്ട് ഇപ്പോഴും എന്താണ് മെക്കാഡൻ ടാറിങ് വേണോ അതോ കോൺക്രീറ്റിങ് വേണോ എന്ന് ഇപ്പോഴും പല മേഖലകളിലും നിർത്തിവെച്ചിരിക്കുക. ഇപ്പം ഇന്നലെ തൊട്ടടുത്ത ദിവസം തന്നെ ചർച്ച കളക്ടർ കഴിഞ്ഞ ദിവസം RTO മീറ്റിങ്ങിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ റോഡ് ഇനി മഴക്കാലം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ പുഴയ്ക്കപ്പാടത്തിൻ്റെ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരേ ഭാഗം പണി കഴിക്കാതെ നിൽക്കുന്നു. അതുപോലെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും അത് ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. 1 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡുകളുടെയൊക്കെ അവസ്ഥ എന്താവും? ഒരു സംവിധാനം ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി തരേണ്ട ഒരു ബാധ്യത സർക്കാരിനില്ലേ? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ബസ്സിന് 30,000 രൂപ ഒരു ക്വാർട്ടറിൽ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ 1,20,000 രൂപ ടാക്സ് വാങ്ങിക്കുന്നത് ആ ബസ്സിൽ നിന്ന്. അപ്പോൾ അത്രയും ടാക്സ് വാങ്ങിക്കുന്ന ഒരു വാഹനത്തിന് അതൊരു നടത്തി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു നടത്തിപ്പുകാർ മാത്രമാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ നിയന്ത്രണങ്ങളോ വേറെ അതിൽ ഞങ്ങളുടേതായ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ആ അവസ്ഥയും കൂടി മനസ്സിലാക്കണം. പക്ഷെ മനുഷ്യജീവന്റെ വില കാണുന്നില്ല എന്നല്ല, അത് ഒരു അപകടം ഉണ്ടായാൽ ഇതിപ്പോൾ ഇത്രയും സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ജീവനക്കാരന് ഇപ്പോൾ ഈ നേരത്തെ ഈ സംഭവം ഉണ്ടായി, ഒരു സംഭവത്തിൻ്റെ പേരിലുണ്ടായ ജീവനക്കാർ 2 റിമാൻഡ് കഴിഞ്ഞിപ്പോൾ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അയാൾ നിൽക്കുക. ഒരു പാവപ്പെട്ട 10-18 വർഷമായിട്ട് ബസ്സിൽ പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു വരുമാന മാർഗമായിരുന്നു അയാളുടെ വീട്ടിൽ. വേറെ ഇതൊന്നുമില്ല. ഒരു വളരെ സാധുവായിട്ടുള്ള, നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, അത്രയും ഒരു പാവപ്പെട്ട ഒരാളായ ആ കുടുംബത്തിൻ്റെ അവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ അതുപോലെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഉടമയ്ക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കും സംഭവിക്കുന്നത്. ഇന്ന് ലൈസൻസ് കട്ടിയുണ്ട്. ഗവൺമെൻറ്റിന് ഈ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലൈസൻസ് കട്ടാക്കി കഴിഞ്ഞാൽ 6 മാസം കഴിയാതെ അല്ലെങ്കിൽ 1 വർഷം കഴിയാതെ അവന് ആ ജോലി എടുക്കാൻ കഴിയില്ല. പലപ്പോഴും 1-ൽ കൂടുതൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ റിമാൻഡാണ്. അപ്പോൾ അത്രയും ശിക്ഷകളൊക്കെ കർശനമാകുന്നുണ്ട്. പക്ഷെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ട ബാധ്യത ഗവൺമെന്റ്. അതൊരു ഒറ്റപ്പെട്ട സംഭവമായി തന്നെ പറയുന്നത് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതേ സമയം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ ലഹരി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. അത് ഉടമകൾക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം. അങ്ങനെയുള്ളവരുമുണ്ട്. അത് നിരവധി കേസുകൾ തന്നെ നമുക്ക് അതിരാവിലെ ബസ്സുകൾ പരിശോധന നടത്തി രാവിലെ മദ്യപിച്ചതായി കണ്ടെത്തിയ, കഞ്ചാവ് ഉപയോഗിച്ചതായി കണ്ടെത്തിയ അതൊക്കെ മുൻപ് ഉണ്ടായിരുന്ന സംഭവങ്ങളിലൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഗതാഗത മന്ത്രി ഇത്രയും പറഞ്ഞു 1000-ഓളം ബസ്സുകൾ പരിശോധിച്ചു, ഒരാളെ പോലും
മദ്യ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു പ്രസ്താവന കൂടി മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഒരു പരിധി വരെ ഉണ്ടായിരുന്നതൊക്കെ പോലീസും കർശനമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ട്. പോലീസ് ഇപ്പോൾ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് തന്നെ രാവിലെ ഉണ്ട്. അതൊക്കെ നടപടികൾ വേണമെന്ന് ഞങ്ങൾക്കും അത് തന്നെയാണ് ഞങ്ങളാണ് താല്പര്യം. ഞങ്ങളും ഞങ്ങളുടെ മുഴുവൻ ജീവനക്കാരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് പറയണതല്ല, അത്തരം ചെക്കിങ്ങുകളും വേണം. അങ്ങനെ ചെക്കിങ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മന്ത്രി അത്തരത്തിലൊരു പ്രസ്താവന ഇതിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ്. അതിനൊക്കെ ഞങ്ങൾ അനുകൂലിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു സമാധാനപരമായിട്ട് ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇതിൽ ചെയ്യുന്ന യാത്രക്കാർക്കും സുരക്ഷിതമായി എത്തിച്ച് അവരിൽ നിന്നുള്ളൊരു വരുമാനം കിട്ടി. അതുകൊണ്ട് തന്നെയാണല്ലോ ഞങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ അതൊരു സുരക്ഷിതമായ മാർഗത്തിലൂടെ ഈ സേവന മേഖല നിലനിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് ഏത് തരത്തിലുള്ള ഇപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അല്ല, ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഏതിനും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. അതിനൊപ്പം തന്നെ ഇത് സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത കൂടി ഗവൺമെന്റിന് ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കണം. നമുക്ക് ആ ടിക്കറ്റുകളിലേക്ക് വരാം. ഈ ടിക്കറ്റ് ഒരു അപകടമുണ്ടായാൽ പോലും ടിക്കറ്റ് ഒരു യാത്രക്കാരൻ്റെയും അവകാശമാണ്. ഇപ്പോൾ ഒരു ബസ് ഉടമ എന്ന നിലയിൽ അദ്ദേഹം പറയുകയുണ്ടായി ജീവനക്കാരാണ് ഇതിൽ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളത്. എന്താണ് ജീവനക്കാരുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് പറയാം? ഞാനിപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു കുന്നംകുളത്തുനിന്ന് തൃശ്ശൂർക്ക് വരുന്നൊരു ബസ് എടുക്കാം. ആ ബസ്സിൽ ഒരു 3 മിനിറ്റിൻ്റെ ഗ്യാപ്പാണ് ഒരു ബസ്സും വേറൊരു ബസ്സും തമ്മിൽ മാക്സിമം കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ കാലത്തെ സമയത്ത് കുട്ടികളുടെ തിരക്ക് അതൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ കർണാടകയിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലും പൊതുഗതാഗതത്തിൽ ബസ്സുകളുടെ അവിടുത്തെ ഒരു സിസ്റ്റം നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കണ്ടക്ടർ ഇരിക്കുന്നത് അവിടെ ഒരു ചെയർ ഉണ്ടായിരിക്കും, ആ ചെയറിലിരിക്കുന്നു, ആൾക്കാർ ടിക്കറ്റ് എടുക്കണം, കയറണു, ഇരിക്കുന്നു. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനം നമ്മളവിടെ കാണുമ്പോൾ, അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തോടു കൂടെ തന്നെ അവിടെ ഒരു പാസഞ്ചറും ഒരു കണ്ടക്ടറും തമ്മിൽ അല്ലെങ്കിൽ ഡ്രൈവറും തമ്മിലുള്ളൊരു സാഹചര്യം നമുക്കവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുന്നംകുളത്തുനിന്ന് ഒരു ബസ്സിൽ ഒരു ഡ്രൈവറും കണ്ടക്ടറും കയറി, അയാൾക്ക് ഒരു റോട്ടിൽ, ഇപ്പം നമ്മളിവിടെ ലൈൻ ട്രാഫിക് ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു റോട്ടിൽ പല രീതിയിലുള്ള ആളുകളാണ് ഡ്രൈവ് ചെയ്യുന്നത്. പ്രൈവറ്റ് ബസ്സുകളും അതിൻ്റെ ബാക്കിൽ ചിലപ്പോൾ ബസ് കിടക്കണം, പ്രൈവറ്റ് ഒരു കാറ് കിടക്കണം, അതിൻ്റെ ഇപ്പുറത്തൊരു ബസ് കിടക്കണം. അയാൾക്ക് വലിയ തിരക്കില്ല, ബസ്സുകാരനാണെങ്കിൽ ടൈമിന് അവിടെ എത്തും വേണം. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു സമ്മർദ്ദം ഉണ്ട് തൊഴിലാളിക്ക്. ബസ് മുതലാളി ഒരു വണ്ടി എടുത്തു, വണ്ടി നിരത്തിലിറക്കിയ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് തൊഴിലാളിയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ആ തൊഴിലാളിയാണ് കൃത്യമായിട്ട് അത് സമയത്തിന് കുന്നംകുളത്ത് തൃശ്ശൂർ എത്തിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റോഡിൻ്റെ ഈ ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി 1970 മുതലുള്ള റോഡുകളാണെന്ന് തോന്നുന്നു നമ്മൾ ഇപ്പോൾ ഇവിടെ അതേ സിസ്റ്റത്തിൽ കിടക്കുക തന്നെയാണ്. MG റോഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലം പഴക്കമാണ് അതൊക്കെ. ഈ റോട്ടിൽ കൂടിയാണ് ഈ ഒരു ബസ്സും കൊണ്ടുവരുന്നത്. ഇവിടെ ഇത്രയും ക്രൗഡായിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് ടിക്കറ്റ് കൊടുക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു പോകാനുള്ള ഒരു സംവിധാനം അത് തൊഴിലാളിക്ക് കിട്ടുന്നില്ല. അതാണ് എൻ്റെ പരമാർത്ഥം. അവിടെ ടിക്കറ്റ് ഇല്ലാത്ത വിഷയമൊന്നുമില്ല, ടിക്കറ്റൊക്കെ അവരെ കയ്യിലിരിക്കുന്നുണ്ട്. ഇത് കൊടുത്തു പോകാനുള്ളൊരു സംവിധാനം അതിൻ്റെ ഉള്ളിലില്ല. നമുക്കറിയാം, ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിലെ ഒരു സിസ്റ്റം നമുക്കറിയാം അല്ലേ. കുറച്ച് പേര് ഇരിക്കുന്നു, അത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ക്രൗഡുണ്ട്. ഈ ക്രൗഡിൻ്റെ ഉള്ളിൽ ഈ സിസ്റ്റത്തിനെ കൃത്യമായി കൊണ്ടുപോകാനായിട്ട് തൊഴിലാളിക്ക് പറ്റുന്നില്ല. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടാൽ മാത്രമാണ് നിയമപരമായി നോക്കുകയാണെങ്കിൽ ഇത്ര പേർക്ക് ഇരിക്കാം, ഇത്ര പേർക്ക് വരെ നിൽക്കാൻ പാടുള്ളൂ എന്ന്. ആ സാഹചര്യത്തിൽ നിന്ന് മറികടക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാണ് ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ എന്നല്ല അതിൻ്റെ ഉത്തരവാദി. ഒരു ബസ് അയാൾ സമയം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ടാവുക. ആ സമയം കഴിഞ്ഞ് സ്റ്റോപ്പിൽ വരുമ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളോട് കയറണ്ടെന്ന് പറയാൻ പറ്റില്ല. അവർ ടൈം പിടിച്ചിട്ട് ഓഫീസിൽ എത്താനായിരിക്കും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാവുക. അവരെ പരമാവധി അയാൾ സത്യം പറഞ്ഞ ഒരു സർവീസ് തന്നെയാണ്. അയാൾ ആ ടൈമിന് ഓഫീസിലെത്തണം, അവർ കയറുന്നു. അപ്പോൾ ഒരു പരിധിക്കപ്പുറം ബസ് ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ഒരു പരിധി കഴിഞ്ഞാൽ ഒരു നിയന്ത്രണം കിട്ടുന്നില്ല. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോർ അടച്ചിട്ട് കയറണ്ടെന്ന് പറഞ്ഞ സാഹചര്യം വന്നാൽ, ഞാൻ നേരത്തെ പറയാണ്, സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ ഒരു വിഷയമുണ്ട്. ഒരാളോടും ഒരു കാര്യം നമുക്ക് ഒരു നിർദ്ദേശമായിട്ടോ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലോ പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ സമൂഹം മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ വളരെ തിരക്കൂട്ടി സ്റ്റോപ്പിൽ വന്നു നിൽക്കണം, അയാൾക്ക് കയറിയേ പറ്റൂ, അയാൾ തൂങ്ങിക്കെടുക്കുകയാണ്. ആ തൂങ്ങിക്കെടുക്കുന്ന വണ്ടി ഇതുമ്പോൾ പിടിച്ച് തൂങ്ങിക്കെടുക്കുന്ന ഒരാൾ വീണാലും അതിൻ്റെ ഉത്തരവാദി ആരായി മാറുന്നു? കണ്ടക്ടറായി മാറുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഒരു പരിധി വരെ സർക്കാരിനുണ്ട്. സർക്കാർ ടാക്സും വാങ്ങി പെർമിറ്റും കൊടുത്ത് വണ്ടി റോട്ടിൽ ഇറക്കുമ്പോൾ, കുന്നംകുളത്തുനിന്ന് 3 മിനിറ്റ് ഗ്യാപ്പിൽ വണ്ടി ഇറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന ടൈമിനുള്ള തൃശ്ശൂർ എത്തിക്കാനുള്ള സാഹചര്യം ആ തൊഴിലാളികൾക്ക് കിട്ടണം. അതിന് വളരെ സമാധാനപരമായി അയാൾക്ക് ആ വണ്ടി ഇവിടെ എത്തിക്കാനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം. ഇത് സർക്കാർ ടാക്സ് വാങ്ങാനും പെർമിറ്റ് കൊടുക്കാനും മനസ്സിലാകുന്നു. പക്ഷേ അങ്ങനെ പഴിചാരാമെങ്കിലും ഈ നിരത്തുകളിൽ ഏറ്റവും കൂടുതൽ നിയമലംഘനം, ഒരു ഉദാഹരണം ഇപ്പോൾ കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ പറഞ്ഞാൽ കേച്ചേരി ജംഗ്ഷൻ്റെ കാര്യം തന്നെ എടുക്കാം.
കേച്ചേരി ജംഗ്ഷനിൽ ചിലപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്ററും വരിയിലാവും വണ്ടികൾ. ഇതിനിടയിൽ കൂടി പ്രത്യേകിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ചീറിപ്പാഞ്ഞു വരുന്നത് കാണുമ്പോൾ നമ്മൾ പറയുന്നു പൊതുഗതാഗതം നമുക്ക് ആവശ്യമാണ്, നമുക്ക് ഏറ്റവും ഉപകാരമുള്ളതാണ്, സമയക്രമത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. എന്നിരുന്നാൽ പോലും താങ്കൾക്ക് ആ റൂട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ? കേച്ചേരി മാത്രമല്ല, നമ്മളിപ്പോൾ ശോഭ സിറ്റിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു അവസ്ഥ നോക്കി നോക്കൂ. ഈ തൊഴിലാളിക്ക് ഇത് നിശ്ചിത സമയത്തിനുള്ളിൽ സ്റ്റാൻഡിൽ എത്തിക്കണമല്ലോ. അയാൾ തിരക്ക് കൂട്ടി വരണമെന്ന് ഞാൻ പറയണില്ല. പക്ഷെ സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാരാണ്. സാഹചര്യം ഇപ്പോൾ ചില ഫുട്പാത്തിൽ കൂടെയൊക്കെയാണ് 2 വീലർ ഓടിച്ചു പോണത് കാണാം, ഫുട്പാത്തിൽ കൂടെ പോണത് കാണാം. ഫുട്പാത്ത് ശരിക്ക് നടക്കാനുള്ളവർക്ക് അതിൽ കൂടെ 2 വീലർ ഓടിച്ചു പോകണം. എന്താണ് അതിൻ്റെ കാര്യം? ആ റോഡ് സിസ്റ്റമാറ്റിക് അല്ല. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തും കൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമിതമായ ടാക്സ്, ഇൻഷുറൻസ് അമിതമായത്, എന്താണ് ആ തൊഴിലാളിക്ക് ആ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുക? ഈ സമയക്രമത്തിലടക്കം കുത്തഴിഞ്ഞ രീതിയിലാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ നിയമലംഘനങ്ങൾ നടക്കുന്നത്. ഒരു യാത്രക്കാരുടെ സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? 2 പോയിന്റിനാണ് ഇപ്പോൾ ഇവിടെ ഉത്തരം പറയണമെന്ന് വിചാരിക്കുന്നത്. ഒന്ന്, ടിക്കറ്റിൻ്റെ ഇതിനെക്കുറിച്ചൊരു സംശയം സൂചിപ്പിച്ചു. അതിൽ കുറേ കാര്യങ്ങളുണ്ടില്ല എന്നല്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ തൃശ്ശൂരും പാലക്കാട് ഒഴിച്ച് കേരളത്തിൽ തന്നെ മറ്റ് ജില്ലകളിൽ ഇത് കുഴപ്പമില്ലാതെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് സിസ്റ്റമാണെന്നുള്ളത് മനസ്സിലാക്കി അവിടുത്തെ ആ രീതി നമുക്ക് ഇവിടെയും എന്തായാലും അധികം താമസിയാതെ തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഒരു കാര്യം അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലും കാര്യങ്ങൾ പറഞ്ഞു, ശരി, ആ സമ്പ്രദായം നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയ കേരളത്തിൽ മുഴുവൻ നല്ലത് തന്നെ. പക്ഷേ അത് കേരളത്തിൽ ഇപ്പോൾ ഇന്ന് മറ്റ് ജില്ലകളിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും ടിക്കറ്റ് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ ഒന്ന് ഗൗരവമായിട്ട് പരിഗണിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലായത് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ടൈമിങ്ങും ഇത് ജീവനക്കാരിലും യാത്രക്കാരിലും വഴിയെ പോകുന്നവരുടെ ഇടയിലൊക്കെ ഉണ്ടാക്കുന്ന സമ്മർദ്ദം, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അക്കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരും മുമ്പിൽ വളരെ ഇതായിട്ട് അവതരിപ്പിക്കാനുള്ള നിർദ്ദേശം, എന്തുകൊണ്ട് നമുക്ക് ഒരു റൂട്ടിൽ പോകുന്ന എല്ലാ ബസ്സുകളും കൂടി സഹകരിച്ചുകൊണ്ട് ഈ വരുമാനത്തെ പങ്കുവെച്ചുകൂടാ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ മത്സര ഓട്ടമാണ് മുഖ്യമായിട്ടും പ്രശ്നം ഉണ്ടാക്കണം. ഈ മത്സര ഓട്ടം എന്നുള്ള പരിപാടി അവസാനിപ്പിക്കുക. ഞാൻ നേരത്തെ സജസ്റ്റ് ചെയ്തിരുന്നു ബസ് കൂടുതൽ സമയം 2 ഷിഫ്റ്റായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ലേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ യാത്രക്കാർ കുറവായിരിക്കും. അത്തരം ബസ്സുകൾക്ക് ചിലപ്പോൾ വരുമാനം കുറയും. അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും ബസ്സുകൾ രാത്രി ഓടുന്നില്ല, അങ്ങനെയുള്ള പരാതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം പരാതികളൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു റൂട്ടിൽ ഓടുന്ന ബസ്സുകളെ, സ്വകാര്യ ബസ്സുകളെല്ലാം കൂടി സഹകരിച്ചുകൊണ്ട് ആ റൂട്ടിൽ അന്നത്തെ വരുമാനം അവർ ഓടിയ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കുന്ന ഒരു സംവിധാനത്തിനെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? അപ്പോൾ ഈ മത്സരം പോവും, യാത്രക്കാർക്ക് സൗകര്യപ്രദമായിട്ട് സഞ്ചരിക്കാവുന്ന നിയമപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാവുന്ന ജോലിക്കാരുടെ മുകളിലുള്ള സമ്മർദ്ദം അവസാനിക്കും. ഉടമകൾക്കും ഈ മൊത്തം വരുമാനം പങ്കെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഓടുന്നവർക്ക് കൂടുതൽ കിട്ടി, മറ്റവർക്ക് കുറവ് കിട്ടി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. അപ്പോൾ ഗവൺമെൻറ് നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ അതിന് തയ്യാറാവുന്നില്ല. അവർ ടൈമിങ്ങൊക്കെ ഇങ്ങനെ വളരെ അപ്രായോഗികമായ ടൈമിങ്ങുകളൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ കോട്ടയത്തൊക്കെ ഭാഗത്തൊക്കെ ചില റൂട്ടുകളിൽ അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇപ്പം മത്സരം ഓടുന്നു എന്ന് പറഞ്ഞാൽ കുന്നംകുളം റൂട്ട്, അല്ലെങ്കിൽ ഗുരുവായൂർ റൂട്ട്, അല്ലെങ്കിൽ കോഴിക്കോട് റൂട്ട്, ഈ റൂട്ടുകളിലെങ്കിൽ ഈ വലിയ കടുത്ത നമുക്ക് മുകേഷ് ലാലിനെ സൂചിപ്പിക്കേണ്ട വളരെ പേടി തോന്നുന്ന രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്വകാര്യ ബസ്സുകളുടെ ഒരു വലിയ പാച്ചിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ എന്തിനാണ് നമ്മൾ മത്സരിക്കുന്നത്? ഇത് പരസ്പരം നമ്മൾ ശത്രുക്കളോ അല്ലെങ്കിൽ അതൊന്നുമല്ല. അപ്പോൾ ഇത് മറ്റാരുടെയൊക്കെ ചില തെറ്റായ നയങ്ങൾ മൂലം ജീവനക്കാരുടെ മുകളിൽ സമ്മർദ്ദം വരുന്നു, ഉടമകളുടെ മുകളിൽ സമ്മർദ്ദം വരുന്നു, യാത്രക്കാർക്ക് പ്രശ്നങ്ങൾ, ആവശ്യത്തിന് വണ്ടി കിട്ടാതെ അല്ലേ ചിലപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ കൈ കാണിക്കുമ്പോൾ നിർത്താതെ അപ്പുറത്ത് കൂടി പാഞ്ഞു പോകുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ഈ ആത്യന്തികമായിട്ട് ഇത് നമ്മുടെ നാട്ടിലെ പൊതുഗതാഗതത്തിൻ്റെ പ്രശ്നമാണ്. ഇത് യാത്രക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ജീവനക്കാർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഉടമകൾക്ക് അവരുടെ മുടക്കിയ പൈസയിൽ ന്യായമായ വരുമാനം കിട്ടണം. ഇതിലൊന്നും ആർക്കും സംശയമില്ല. അപ്പോൾ ഇതിന് നമ്മളെല്ലാവരോടും സഹകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഈ വരുമാനം പങ്കിടുന്ന രീതിയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൂടാ? ഇപ്പോൾ കോട്ടയം ഭാഗങ്ങളിലൊക്കെ ചില റൂട്ടുകളിൽ ചെയ്തിട്ടുണ്ട്, ചില ചെറിയ റൂട്ടിൽ എന്ന് പറയുന്നു. ഇത് അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൊതുഗതാഗതത്തിന് അതായത് ഇത് നിലനിൽക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യം ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ നമുക്കറിയാം ഈ രീതിയിൽ വാഹനങ്ങൾ വർദ്ധിപ്പിച്ചു പോയാൽ ഇവിടെ കേരളം മുഴുവൻ ടാറിട്ട് റോഡാക്കിയാലും നമുക്ക് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. ഇന്നിപ്പോൾ നമുക്ക് റോഡിൽ നിന്ന് മെയിൻ റോഡ് എത്താൻ പറ്റിച്ചാൽ നാളെ നമ്മുടെ വീടിൻ്റെ അകത്തുനിന്ന് തന്നെ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ അത് ഈ സ്വകാര്യ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നയം ഗവൺമെൻറ് മാറ്റണം. ആവശ്യമായ
ഒരു പ്രോത്സാഹനവും ആനുകൂല്യങ്ങളും പൊതുഗതാഗത മേഖലയ്ക്ക് നൽകണം. പൊതുഗതാഗതം തീർച്ചയായിട്ടും ഇവിടെ നിലനിൽക്കണം. അപ്പോൾ അത് എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് അത് ആണ് ആവശ്യം നമുക്ക്. അപ്പോൾ അത് നമ്മൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും അതോടൊപ്പം ഈ വരുമാനം പങ്കിടുന്ന ആ രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതിനെ വളരെ ഗൗരവതരമായ ഒരു വിഷയം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലാവസ്ഥ മാറ്റം, ഇന്നിപ്പോൾ ചൂട് നമ്മൾ കണ്ടു, ഇപ്പോൾ മഴ എന്താ വരാൻ വേണമെന്നല്ല, അപ്പോൾ ഇതൊക്കെ ഒരു വലിയ തോതിൽ കാരണമാകുന്ന ഈ ഗതാഗത മേഖലയെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പൊതുഗതാഗതത്തിൻ്റെ നിലനിൽപ്പ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ ആർക്കും യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ചർച്ചകളൊക്കെ, ഇത്തരത്തിൽ നടന്ന ആശയങ്ങളൊക്കെ ഭരണാധികാരികളും മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളും ഒക്കെ വളരെ ഗൗരവതരത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. വിശാലമായ ചർച്ചകൾ ഈ വിഷയത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ നടക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം നമ്മുടെ പൊതുനിരത്തുകളിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം, അത് സ്വകാര്യ ബസ് ജീവനക്കാർക്കാവട്ടെ, മറ്റ് ബൈക്ക് യാത്രക്കാർക്കാവട്ടെ, കാറെടുത്ത് പോകുന്നവർക്കാവട്ടെ, എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ഈ സമയക്രമത്തെ ചൊല്ലിയുള്ള ഈ പാച്ചിലാണ്. മറ്റുള്ളവർ നിയമങ്ങളെല്ലാം പാലിച്ച് മാത്രമാണ് ഓടിക്കുന്നത് എന്ന് പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ബസ് വരുമ്പോൾ ആളുകൾക്ക് ഭയമാണ്, എങ്ങനെയാണ് പോവുക, എത്ര തിരക്കിനാണെങ്കിലും കയറി പോകും എന്ന രീതിയുണ്ട്. ഇതിനൊരു മാറ്റം വരാൻ സർക്കാരിലേക്ക് ചില നിർദ്ദേശങ്ങൾ വെച്ചു എന്ന് പറയുന്നു. എങ്ങനെയാണ് ബസ് ഉടമകളുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുക? അല്ല, ഇത് ട്രാഫിക് നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ വണ്ടികളുടെ എണ്ണത്തിനനുസരിച്ച്, വണ്ടികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ട്രാഫിക്കുകളിൽ ബസ്സുകൾക്കായാലും അതുപോലെ തന്നെ ടൂ വീലറുകൾക്കായാലും അതുപോലെ സ്വകാര്യ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് അകലെയുള്ള ബസ്സുകൾക്കൊക്കെ ടൗണിൽ നിന്ന് പുറത്തായിട്ടുള്ള പുതിയ ബസ് സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡ് വന്നിട്ട് അവിടെ ട്രിപ്പ് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്യണം. അപ്പോൾ ഒരു പക്ഷേ ഈ ടൗണിലത്തെ ബ്ലോക്ക്, ഈ തിരക്കിന് നഷ്ടപ്പെടുന്ന സമയം സിറ്റി ട്രാഫിക്കിന് മാത്രമായി പ്രത്യേക ബസ്സുകൾ അവസ്ഥ മാറാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ സ്പീഡിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്ത ഈ റൂട്ട് തന്നെ ഈ പൂങ്കുന്നം വരെയുള്ള ആ ബ്ലോക്ക് തീർത്തതിന് ശേഷം ആ സമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പടിഞ്ഞാറേക്കോട്ട വരെ 5 മിനിറ്റാണ് സമയം. ആ 5 മിനിറ്റ് ഇവിടെ എത്തുമ്പോൾ എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റ് 15 മിനിറ്റായി. ആ 15 മിനിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ സ്പീഡിൽ പോകേണ്ട ഒരു സാഹചര്യം വരുന്നത്. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് വരുന്നത് പുഴക്കൽപ്പാടത്ത് ഇപ്പം മുമ്പുണ്ടായിരുന്ന പല നിർദ്ദേശങ്ങളാണ്. അവിടെ ബസ് സ്റ്റാൻഡ് വന്നു, ഇപ്പൊ ദീർഘദൂര ബസ് നേരത്തെ ഒരു അതൊക്കെ ഗവൺമെന്റിന്റെ പരിഗണന വർഷങ്ങൾക്ക് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അവിടെ അത്തരം മേഖലയിൽ ആ മേഖലയിൽ നിന്ന് വന്ന ബസ്സുകൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൗണിലേക്ക് ആ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പം പിന്നെ ടൗണിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന സിറ്റി സർവീസുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ബ്ലോക്കുകളൊക്കെ കുറയാൻ, അങ്ങനെ എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ച് അവിടുത്തെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ഇതായിട്ട് സിറ്റി സർവീസുകളാക്കി ടൗണിലേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കുക. അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് സമയക്രമം പുനഃക്രമീകരിക്കുക. അതുപോലെ തന്നെ ടൗണിലേക്ക് വരുന്ന, അതിപ്പോൾ ഒരു ബസ് വന്നു കഴിഞ്ഞാൽ അതിലൊരു 50 യാത്രക്കാരാണ് വരുന്നത്. നേരെ മറിച്ച് ഒരു ടൂ വീലറിലോ അല്ലെങ്കിൽ ഒരു കാറിലോ വന്നു കഴിഞ്ഞാൽ 2 പേര് വെച്ചിട്ടാണ് ഈ ടൗണിലേക്ക് വരുന്ന അവസ്ഥയുണ്ട്. അപ്പം അത് നിയന്ത്രിച്ച് കുറച്ചും കൂടെ ടൗണിലത്തെ തിരക്കുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഈ മത്സരത്തിൻ്റെ ഈ വിഷയത്തിനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും സ്പീഡ് പോകുന്തോറും വണ്ടീനെ സംബന്ധിച്ച് വണ്ടിയുടെ ഡീസൽ കൂടും, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കൂടും, എല്ലാം നഷ്ടത്തിലാണ്. നമ്മളൊരിക്കലും ഇത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്പീഡ്, അല്ലാതെ നമ്മളൊരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല. നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടും ആ സമയം പാലിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഈ കളക്ഷൻ പങ്കുവയ്ക്കുന്നത്, ആ സംവിധാനം നമ്മുടെ റൂട്ടുകളിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ പോലെ കോട്ടയത്ത് പോലെ തന്നെ നമ്മൾ ഇവിടത്തെയും ചില റൂട്ടുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ റൂട്ടുകളിലും ഒരേ റൂട്ടിൽ മാത്രമല്ലല്ലോ വണ്ടികൾ. ഇപ്പോൾ കുന്നംകുളം റൂട്ടിലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഗുരുവായൂർക്ക് പോകുന്ന ബസ്സുകളുണ്ടാവും, അതുപോലെ തന്നെ കേച്ചേരിയിൽ നിന്ന് തിരിഞ്ഞ് പോകുന്ന ബസ്സുകളുണ്ടാവും, പിന്നെ കോഴിക്കോട് ദീർഘദൂര ബസ്സുകൾ, നിലമ്പൂർ, വഴിക്കടവ് ആ വഴിക്ക് പോകുന്ന ബസ്സുകൾ. അപ്പോൾ അങ്ങനെ കുറേ ബസ്സുകളൊക്കെ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉടമകൾ അത് പങ്കുവയ്ക്കുന്നത് ഒരു മുഴുവൻ അങ്ങോട്ട് പ്രായോഗികമായിട്ട് വരുന്നില്ല. നേരെ മറിച്ച് തൃശ്ശൂർ കുന്നംകുളം മാത്രം ഓടുന്ന ബസ്സുകളാണെങ്കിൽ അത് ഉടമകൾ തമ്മിൽ പങ്കുവയ്ക്കുന്നതിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു ആദ്യഘട്ടമല്ല അങ്ങനത്തെ ഞങ്ങൾ ഒരുപാട് മറ്റുള്ള ഇപ്പോൾ കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇതേ സംവിധാനം ചെയ്തിട്ട് അങ്ങനെ വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മേഖലകളിലും ഇതിപ്പോൾ അതിൻ്റെ കാലക്രമേണ അങ്ങനെ അത്തരത്തിലായി വരും. ഞങ്ങളും ഉടമകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ തന്നെ പരസ്പരം ഒരു ഇതിലെത്തി ചെയ്യും. മത്സരോട്ടം അധികമില്ല സംഭവിച്ചത്. ബസ്സുകൾ തമ്മിലുള്ള പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ബസ്സുകൾ തമ്മിലുള്ള ഇതൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ സമയം
എടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള പാച്ചിലാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പോയി ആളെടുക്കുന്ന ആ സമയക്രമത്തെ ചൊല്ലി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നേരത്തെ ധാരാളമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്ക് വരാൻ ഇഷ്ടപ്പെട്ടിരുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പൊ ഒന്നും അങ്ങനെ ഒരു അതിന് അവരെ സംബന്ധിച്ച് അവർക്കും അധികമായിട്ടുള്ള അമിതമായിട്ടുള്ള ജോലിഭാരം, ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ് മോട്ടോർ വാഹന വകുപ്പിൽ. നേരത്തെ നിങ്ങൾ ആ മേഖലയിൽ പരാതി ഉന്നയിച്ചിരുന്നു. അത് ഒരുപാട് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം വിഷയങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഇത് തീരുമാനിക്കേണ്ടത് റോഡിന്റെ അവസ്ഥ അനുസരിച്ച് സമയം നിശ്ചയിച്ച് തരേണ്ടത് ഗവൺമെന്റ് അവിടെ നിന്ന് തന്നെ വരേണ്ട ഒരു ഇതിനെക്കുറിച്ച് പഠിക്കാനും, അതുപോലെ ഇവർ മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് മാത്രമല്ല, മറ്റുള്ള ഏജൻസികളെയും വെച്ചിട്ട് പഠിച്ച് റോഡിൻ്റെ അവസ്ഥയും റോഡിൽ വരുന്ന വാഹനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് സമയം നിശ്ചയിച്ച് തരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരേണ്ടതിൻ്റെ ഒരു ഇതുണ്ട്. അല്ലാതെ ഒരിക്കലും മോട്ടോർ വാഹന വകുപ്പിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് നമുക്ക് ഇതിന്ന് ഒഴിവാൻ പറ്റില്ല. പിന്നെ ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾ വരുന്നില്ല. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം. അവരെ സംബന്ധിച്ച് ഇത്രയും പലപ്പോഴും ഈ ബസ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റിലേക്ക് തന്നെ ആളെ കിട്ടാനില്ല. രാവിലെ ഒന്നും ഇപ്പോൾ പഴയ കാലം രാവിലെ രാത്രി വൈകിട്ടൊന്നും ജീവനക്കാരൊന്നും വരാൻ തയ്യാറാവുന്നില്ല. കാലത്തൊക്കെ ഇപ്പോൾ പുലർച്ചെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ജീവനക്കാർ ഒഴിഞ്ഞു നിൽക്കാനാണ് തയ്യാറാവുന്നത്. അതിലേക്കൊക്കെ പുതിയ ആളുകൾ വരണം. ഇതിലത്തെ ഈ പ്രശ്നങ്ങൾ ഇതേമാതിരി കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഇതിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായാൽ കഴിഞ്ഞാൽ മാത്രമേ അതൊരു പൊതുഗതാഗതം നിലനിൽക്കാൻ കഴിയുള്ളൂ. അത് നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ജനങ്ങൾക്കാണ്. ഇത്രയും അത് ടൂ വീലർ മേടിച്ച് അതിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ ഇതുണ്ടാവും, തിരിച്ചു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇതിലത്തെ ചിലവ് എന്ന് പറയുന്നത്, ഈ ചിലവ് കുറഞ്ഞ ഈ 10 രൂപയ്ക്ക് 13 രൂപയ്ക്കും 15 രൂപയ്ക്കും ഒക്കെ പോകുന്ന ആ സംവിധാനം അതിൽ പോയാൽ തന്നെയാണ് നമുക്കറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഓട്ടോറിക്ഷയുടെയൊക്കെ ചാർജുകളും മറ്റുള്ള വാഹനങ്ങളുടെ ചാർജുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇത് സുരക്ഷിതമായിട്ടുള്ളൊരു മാർഗം തന്നെയാണ്. യാത്രക്കാരെ സംബന്ധിച്ച് ടൂ വീലറിലൊക്കെ എത്രയോ അപകടങ്ങൾ, എത്രയോ വിഷയങ്ങളുണ്ട്. ഈ ബസ്സുകളെ സംബന്ധിച്ച് വളരെ അപൂർവം ഈ വണ്ടി ഓടുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്താതെ ഓടുന്ന ഒരു 8 മണിക്കൂറിലധികം സർവീസ് നടത്തുന്ന ഒരു ഇതല്ലേ. തീർച്ചയായും നമ്മൾ പറഞ്ഞു പോകുന്നതും ഈ പൊതുഗതാഗത രംഗത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന സൗകര്യം അത് നിലനിൽക്കേണ്ടത് ആവശ്യകത തന്നെയാണ്. ഒപ്പം തന്നെ അതിലുള്ള ചില കല്ലുകടികൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അത് മാറേണ്ടതാണ്. പക്ഷേ ചർച്ചയിൽ നമുക്ക് ഒരു വിധം മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരത്തുകളിലെ പ്രശ്നം, തകർന്ന റോഡുകൾ മുൻകാലത്ത് എത്രമാത്രം ഉണ്ടായിരുന്നോ ആ റോഡ് വീതി കൂടിയിട്ടില്ല. ഒപ്പം തന്നെ വാഹനങ്ങൾ ധാരാളമായി നിരത്തിലിറങ്ങിയിരിക്കുന്നു. സമയക്രമത്തെ ചൊല്ലി മുമ്പ് നൽകിയിട്ടുള്ള ആ സമയക്രമം, ഒപ്പം തന്നെ 3 മിനിറ്റ് ഇടവേളയിലൊക്കെ അടുത്ത വാഹനത്തിന് സമയം നൽകുന്നു. അവർക്ക് ആ സമയം പാലിക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൽ തീർച്ചയായും സർക്കാർ തന്നെ ഇടപെടേണ്ടതാണ്. പൊതുഗതാഗത രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ ബസ് ഉടമകളെ പരമാവധി പിഴിയാതെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പരമാവധി ഒരുക്കി കൊടുത്തുകൊണ്ട് സർക്കാർ കൂടുതൽ പിന്തുണ നൽകട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കൂടുതൽ ഭംഗിയായി പൊതുഗതാഗതം കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന, ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ആ പൊതുഗതാഗത സംവിധാനം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ചതുരംഗത്തിൽ ഈ ചർച്ച TCV മുന്നോട്ട് കൊണ്ടുവന്നതും. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തത് ബസ് ഉടമകളുടെ പ്രതിനിധിയായി ശ്രീ പ്രദീപ്, ജീവനക്കാരുടെ പ്രതിനിധിയായി INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷംസുദ്ദീൻ, യാത്രക്കാരുടെ പ്രതിനിധിയായി പാസഞ്ചേഴ്സ് അസോസിയേഷൻ യാത്രക്കാരുടെ നിരവധി വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ P. കൃഷ്ണകുമാർ. 3 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി TCയുടെ പേരിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.